ഹായ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ സം ഓഫ് 36.90 ഈസ് മെയ്ഡ് 180 കോയിൻസ് വിച്ച് ആർ either 10 പൈസ കോയിൻസ് ഓർ 25 പൈസ കോയിൻസ്. ദി നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് ഈസ്. ഇത് ഓറല്ല കേട്ടോ, ഇത് ബ്രാൻഡാണ് കേട്ടോ. അപ്പോ എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? നമ്മൾ ഈ അലിഗേഷൻ മിക്സ്ചർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ അതിനകത്തെല്ലാം ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ വെറൈറ്റി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇത് തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓവറോൾ ഒരു ഐഡിയ കിട്ടും ഏതാ ക്വസ്റ്റ്യൻ വന്നാൽ എത്ര ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. എ സം ഓഫ് 36.90, എൻ്റെ മൊത്തം ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു? 36.90 റുപ്പീസ് ആയിരുന്നു. എത്ര കോയിൻ ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് കോയിൻസ് എനിക്ക് 180 കോയിൻസ് ഉണ്ടായിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചെയ്തിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് റേഷ്യോയിൽ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ അലിഗേഷൻ വെച്ച് വളരെ വേഗത്തിൽ എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കാം. ഇത് ഏതൊക്കെ പൈസ കോയിൻസ് എന്നറിയാം. 10 പൈസ കോയിൻ ഉണ്ടെന്നറിയാം, 25 പൈസ കോയിൻസ് ഉണ്ടെന്നറിയാം. എങ്കിൽ ഇങ്ങനെ വരണമെങ്കിൽ 10 പൈസ കോയിൻ എത്ര എണ്ണം ഉണ്ടായാൽ പറ്റും എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. 10 പൈസയുടെ കോയിൻ എത്ര എണ്ണം ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ്, ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്ന് കോയിനിലേക്കാക്കി ചെയ്യാം, അല്ലെങ്കിൽ എമൗണ്ടിലേക്കാക്കി ചെയ്യാം. രണ്ട് രീതി ചെയ്താലും കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം കുറെ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ. ഇതിപ്പോൾ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 180 ആണ്. ഇതിന് എമൗണ്ടിലേക്ക് ആക്കുകയാണെങ്കിൽ, ഞാൻ ഇതിന് എമൗണ്ടിലേക്ക് ആക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ 10 പൈസ കോയിനുണ്ട്. ഞാൻ വിചാരിച്ചു ഈ 180 കോയിനും 10 പൈസയാണെന്ന് ഞാൻ വിചാരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മെത്തേഡ്. ഈ മുഴുവൻ എമൗണ്ടും മുഴുവൻ വാല്യൂ എന്താക്കുക, നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് വിചാരിക്കുക. ഈ 150 കോയിനും 10 പൈസയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും നമ്മുടെ കയ്യിൽ? 150 കോയിനും 10 പൈസയാണെങ്കിൽ, അപ്പം 10 പൈസയാണ് 150 കോയിൻ. അപ്പം 180 10 പൈസ ഉണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? നമുക്കറിയാം 10 പൈസയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്പർ, അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം എന്താ, 10 പൈസ എന്നെങ്കിലും എന്താവുള്ളൂ? 1 രൂപ ആവുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് 10 പൈസയുടെ എമൗണ്ട് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ വിചാരിക്കുന്നു ഈ 180 കോയിൻ എന്താണെന്ന്, 25 പൈസയാണെന്ന് വിചാരിച്ചു. അപ്പം 180 കോയിന് 25 പൈസയാണെങ്കിൽ എന്താണ് 25 പൈസയുടെ പ്രത്യേകത? എത്ര നമ്പർ ഓഫ് കോയിൻ ഉണ്ടോ അതിനെ 4 ഭാഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? രൂപ കിട്ടും. അതായത് 4 25 പൈസ ചേർന്നെങ്കിൽ എന്താവുള്ളൂ? 1 രൂപ ആവുള്ളൂ. അപ്പം 8 25 പൈസയാണെങ്കിലോ 2 രൂപ. അങ്ങനെ എത്രയാണ് നമ്പർ ഓഫ് 25 പൈസ, അതേ ബൈ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. അപ്പോൾ 180 ബൈ 4 ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എമൗണ്ട് ആയി, റൈറ്റ് സൈഡ് എമൗണ്ട് ആയി. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന്, 36.90 ആണെന്ന്. അലിഗേഷൻ ചെയ്താൽ മതി. നമുക്ക് 10 പൈസയുടെയും 25 പൈസയുടെയും റേഷ്യോ കിട്ടും. ഇവിടെ ഇനിയിപ്പോൾ സ്ഥലമില്ല, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. എമൗണ്ട് 180 ബൈ 10 എത്ര കിട്ടും? 18 കിട്ടും. പിന്നെ ഇവിടെയോ 180 ബൈ 4, 180 ബൈ 2 90, 90 ബൈ 4 45 കിട്ടും. രണ്ടും കൂടി ചേർന്നിട്ട് 36.9 അലിഗേഷൻ ചെയ്യുന്നു. 36.9 കൂടെ എത്ര കൂട്ടിയാൽ 45 കിട്ടും? 36.9 കൂടെ ഒരു 0.1 കൂട്ടിയാൽ 37 കിട്ടും. 37 പ്ലസ് 8 കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. അപ്പം 8.1 ആയിരിക്കും എന്ത് ഇവിടെ കിട്ടുന്നത്. ഇനി ഇവിടെയാണല്ലോ 18 പ്ലസ് 18 36 കിട്ടും. അപ്പോൾ 18.9 ആയിരിക്കില്ല റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ഇവിടെ എത്ര കിട്ടി? 8.1, ഇവിടെ 18.9 കിട്ടി. എങ്കിൽ ഇത് നോക്കി, ഇതിനകത്ത് നമുക്ക് റേഷ്യോയിൽ കിട്ടുന്നത് ഈ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് കുറച്ച് എളുപ്പമായില്ലേ. അപ്പോൾ 81 189 കിട്ടി. എങ്കിൽ ഇതിന് റേഷ്യോ ആക്കിയാലോ 9 × 9 ആണ് 81, 9 × 21 ആണെന്ത് ഈ പറയുന്നത് 189. ഇനി ഒന്നും കൂടി ആക്കിയാലോ 3 ഉണ്ട്, 3 ടൈംസ് 7 ടൈംസ് നമുക്ക് റേഷ്യോ എത്ര കിട്ടി? 3:7 കിട്ടി. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഈ 10 പൈസ കോയിൻ്റെയും 25 പൈസ കോയിൻ്റെയും റേഷ്യോ കിട്ടി. 10 പൈസയിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 25 പൈസ എത്ര ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവും. നമുക്കറിയാം ടോട്ടൽ നമ്പർ 10 പൈസ കോയിൻ്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ. അപ്പോൾ ടോട്ടൽ എത്ര കോയിൻ ഉണ്ടായിരുന്നു? 180 കോയിൻ ഉണ്ടായിരുന്നു. അതങ്ങ് വായിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 180 കോയിൻ ഉണ്ടെങ്കിൽ ഈ 180 കോയിനെ മൊത്തം എത്രയായിട്ട് ഭാഗിച്ചാൽ 10 ഭാഗിച്ചാൽ അതിൽ 10 പൈസ കോയിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 എണ്ണമായിരിക്കും. എങ്കിൽ നമ്പർ ഓഫ് 10 പൈസ എത്രയായിരിക്കും? 180 ബൈ 10 18 × 3 എത്ര കിട്ടും? 18 36 54. അപ്പോൾ നമ്പർ ഓഫ് 10 പൈസ കോയിൻ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. 54 10 പൈസ കോയിൻസ് ഉണ്ടാവും. ബാക്കിയുള്ളതായിരിക്കും എന്ത്? 25 പൈസ കോയിൻ. അപ്പം വളരെ ഈസി ആയിട്ട് എന്ത് ഈ പറയുന്ന അലിഗേഷൻ മെത്തേഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്? അതിനെ രൂപയിലേക്കാക്കിയല്ലേ. ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പൈസയിലാക്കുകയും ചെയ്യാം. പൈസയിലേക്കാക്കി ഞാൻ ചുമ്മാ ചെയ്തു തരുന്നില്ല,
കൺഫ്യൂഷൻ ആവുന്ന ആൾക്കാർക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തിയാൽ മതി. എങ്കിലും കുറച്ചൊക്കെ അറിയണം എന്നൊരു ഐഡിയ കിട്ടണം എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിനെ നമുക്ക് എന്താക്കാം, പൈസയിലാക്കുകയും ചെയ്യാം. കാരണം എന്താ, ലെഫ്റ്റ് സൈഡിൽ 10 പൈസ ഉണ്ട്, റൈറ്റ് സൈഡിൽ 25 പൈസ ഉണ്ട്. ഈ 36.9 കൂടെ പൈസയാക്കിയാൽ എത്ര കിട്ടും? ഇത് നോക്കിയേ, 180 കോയിൻ അല്ലേ, 180 കോയിൻ 36.9, 180/36.9 ചെയ്ത് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതും എന്താണ്, പൈസയിലായിട്ട് കിട്ടും. വെച്ചാൽ 36.9 രൂപേനെ ബൈ 180 ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ ആവറേജ് പൈസ കിട്ടും. അത് വെച്ച് അലിഗേഷൻ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഇതേ 7:3 റേഷ്യോ തന്നെ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം. അതിലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ സമയം പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഈ 2 രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 1 quantity of wheat at rupees 9.30 per kilogram is mixed with another quantity at certain rate in the ratio 8:7. If the mixture is formed worth rupees 10 per kilogram, what is the rate per kilogram of the second quantity of wheat? ഇത് ഞാൻ തൽക്കാലം നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആയിട്ട് തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, സ്വന്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കാരണം ഞാൻ ചെയ്ത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറയാം, ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. നമുക്ക് 2 രീതിയിൽ ആൻസർ കിട്ടാം. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. 1 quantity of wheat at 9.30 per kilogram is mixed with another quantity at certain rate in the ratio 8:7. If the mixture is so formed worth rupees 10 per kilogram, then what is the rate per kilogram of second quantity of wheat? നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് ഉണ്ട്, ഒരു സെക്കൻഡ് ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് നമുക്ക് അറിയില്ല എത്രയാണെന്ന്. അത് 8:7 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തപ്പോൾ ഈ മിക്സ്ഡ് ക്വാണ്ടിറ്റിയുടെ വർത്ത്, നെറ്റ് വർത്ത് എത്ര കിട്ടി? 10 per kilogram ആണെങ്കിൽ സെക്കൻഡ് ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് എത്രയാണെന്ന് നോക്കണം. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൽ തെറ്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങളിത് ചെയ്യൂ. ഞാൻ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉറപ്പായിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കെങ്കിലും അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇതായിരുന്നു, എ മർച്ചന്റ് ഹാസ് 100 kilogram of sugar, a part of which is sells at 8% profit and the rest at 18% profit. He gained 14% on the whole. The quantity sold at 18% profit is. ഇത് നമ്മുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെല്ലാ മേഖലയും ടച്ച് ചെയ്താണ് ഈ അലിഗേഷൻ പോകുന്നത്. കാരണം എല്ലാ ഇതിലെയും ഇതുപോലത്തെ പല പല പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് നമുക്ക് അലിഗേഷൻ വെച്ച് വേഗത്തിൽ ചെയ്യാം. ഈ സെയിം ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് രീതിയിൽ അന്ന് എന്തുകൊണ്ട് ഞാൻ ഇത് പഠിപ്പിച്ചില്ല എന്ന് വെച്ചാൽ, അന്ന് നിങ്ങൾക്ക് എന്തറിയില്ലായിരുന്നു, അലിഗേഷൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അലിഗേഷൻ വെച്ച് എളുപ്പവഴി പറഞ്ഞു തരാതിരുന്നത്. ഇപ്പോൾ അലിഗേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അത് വെച്ചേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കാം ഇതെന്താ ക്വസ്റ്റ്യൻ. ഒരു മർച്ചന്റിന്റെ 1000 kilogram എന്തുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് അയാൾ എന്ത് ചെയ്തു, 8% പ്രോഫിറ്റിൽ വിറ്റു. ബാക്കി കുറച്ച് എന്ത് ചെയ്തു, 18% പ്രോഫിറ്റിൽ. വളരെ സിമ്പിളാണ്. ഒന്ന് 8% വിറ്റു, ഒന്ന് 18% വിറ്റു. ആ മൊത്തം എടുത്തപ്പോൾ എന്ന് വെച്ചാൽ 8ഉം 18 എല്ലാം കൂടെ ചേർന്നിട്ടല്ലേ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി വരുന്നു. ആ ടോട്ടൽ എടുത്തപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? 14% പ്രോഫിറ്റ് കിട്ടി. ഇതെന്താ ഇങ്ങനെ എടുക്കാൻ കാര്യം? ലെഫ്റ്റ് സൈഡും പ്രോഫിറ്റ് ആണ്, റൈറ്റ് സൈഡും പ്രോഫിറ്റ് ആണ്, ഓവറാളും പ്രോഫിറ്റ് ആണ്. അപ്പോൾ എല്ലാം വരുന്നുണ്ട്. ഈ 14 എന്ന് പറയുന്നത് ഈ 2 വാല്യൂൻ്റെ ഇടയിലാണ്. അതെപ്പോഴും ശ്രദ്ധിച്ചേക്കണം. എങ്കിൽ നമ്മൾ അലിഗേഷൻ ചെയ്യുന്നു. എത്ര കിട്ടി? 18 - 14, 4 കിട്ടി. 8 + 6, 14 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 2:3 ആയി അവർ റേഷ്യോ. അതായത് ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനെ 5ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 14 എത്രയാണ് വേണ്ടുന്നത്? 18% അല്ലേ വേണ്ടത്? അതിൽ 3 ഭാഗമായിരിക്കും എന്ത്, നമ്മുടെ 18% കിട്ടുന്നത്. അതായത് മൊത്തം 1000നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 3 പോർഷൻ ആയിരിക്കും എന്ത്, 18% പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്ര കിട്ടും? 10/5, 2 കിട്ടും. 200 × 3, 600 എന്ന് കിട്ടും. അതായത് 600 kilogram അയാൾ എന്ത് ചെയ്തു, 18% പ്രോഫിറ്റ് വിറ്റു. ബാക്കിയുള്ള 400 kilogram അയാൾ എന്ത് ചെയ്തു, 8% പ്രോഫിറ്റ് വിട്ടു. അതുകൊണ്ട് അയാൾക്ക് നെറ്റ് വർത്ത് എത്ര കിട്ടി? 14% പ്രോഫിറ്റ് കിട്ടി. വളരെ സിമ്പിളാണ്. അതിനകത്ത് ഒരു കാൽക്കുലേഷനും, വലുതായിട്ട് ഒരു കാൽക്കുലേഷനും ഇല്ല. അപ്പോൾ ഇതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുമ്പോൾ അയ്യോ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണല്ലോ എങ്കിൽ കുറേ ചെയ്യാനുണ്ടാവും എന്ന് കരുതി വിട്ടുകളയരുത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ എന്തൊക്കെയോ ഒന്നുമില്ല, സെല്ലിംഗ് പ്രൈസ് ഇല്ല, കോസ്റ്റ് പ്രൈസ് ഇല്ല, ഇത് എങ്ങനെ ചെയ്യുന്നൊക്കെ ഡൗട്ട് വരും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു അലിഗേഷൻ വെച്ച് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാൽ അത്ര ഈസിയാണ്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് തന്നത്. നോക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇൻ എ മിക്സ്ചർ ഓഫ് 165 liters
the ratio of liquids X and Y is 6:5. If 5 liters of liquid Y is added to the mixture, then what is the ratio of X and Y in the new mixture? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ. എത്രയായിരുന്നു? ടോട്ടൽ ഒരു 165 ലിറ്റർ ഉണ്ടായിരുന്നു. അതിൽ 2 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എക്സും വൈയും ഉണ്ടായിരുന്നു. അതിന്റെ റേഷ്യോ എത്രയായിരുന്നു? 6:5 ആയിരുന്നു. എങ്കിൽ ആക്ച്വൽ എമൗണ്ട് എത്രയായിരിക്കും? ടോട്ടൽ 165നെ മൊത്തം 11 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മൊത്തം 165/11 എത്ര കിട്ടും? 15 കിട്ടും എക്സിന്റെ വാല്യൂ. എങ്കിൽ 6xന്റെ വാല്യൂ എത്രയാ? 15 × 6 90, 15 × 5 75. അപ്പോൾ എക്സ് എത്ര ഉണ്ടാവും? 90 ലിറ്റർ ഉണ്ടാവും. വൈ എത്ര ഉണ്ടാവും? 75 ലിറ്റർ ഉണ്ടാവും. അപ്പം ഈ രീതിയിലാണ് എന്ത് അതിനകത്ത് ഇനിഷ്യലി ഉണ്ടായിരുന്നത്. മൊത്തം 165 ലിറ്ററിൽ 90 ലിറ്റർ എക്സ് ഉണ്ടായിരുന്നു, 75 ലിറ്റർ വൈ ഉണ്ടായിരുന്നു. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ടോട്ടൽ ക്വാണ്ടിറ്റി തന്നാൽ റേഷ്യോയും കൂടി തന്നാൽ എന്ത് ചെയ്യുക? അതിനെ നേരെയും കൺവേർട്ട് ചെയ്തേക്കുക. എന്തായിരുന്നു? അതിനെ 6x 5x ആക്കുക. ടോട്ടൽ വാല്യൂ ബൈ ടോട്ടൽ റേഷ്യോ ഇൻഡിവിജ്വൽ റേഷ്യോ ചെയ്യുക. നമുക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് കിട്ടും. ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ 6 + 5 11 ഇൻഡിവിജ്വൽ റേഷ്യോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിവിജ്വൽ വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് നോക്കണം എന്താ വേണ്ടത്? ഈ 5 liters ഓഫ് ലിക്വിഡ് വൈ, ഇനി വൈ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു 5 ലിറ്റർ ആഡ് ചെയ്യുന്നത്. വൈ മാത്രമേ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ ആഡ് ചെയ്താൽ then what is the ratio of x and y? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്ര കിട്ടും? 90. എക്സിന്റെ വാല്യൂ 90 ആണ്. വൈൻ്റെ വാല്യൂ എന്തായി? 75 + 5 80 ആയി. എന്ന് വെച്ചാൽ അവർ റേഷ്യോ എത്രയായി? 9:8 ആയി. അപ്പോൾ പുതിയ റേഷ്യോ നേരത്തെ 6:5 ആയിരുന്നു, അതിന്റെ പുതിയ റേഷ്യോ എത്രയായിട്ട് മാറി? 9:8 ആയിട്ട് മാറി. ഇത് ഞാൻ ഇവിടെ തരാനുള്ള കാരണം കുറച്ച് കുട്ടികൾ നമ്മുടെ ഈ ഏജസിന് അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A:B, ഇനിഷ്യലി A:B എന്നുള്ളത് 6:5ഉം അതിനകത്ത് ഏതോ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ എന്തായിട്ട് മാറുന്നു? ഒരു ഇവിടെ എത്രയാ തന്നിരിക്കുന്നത്? വേറെ എന്ത് തന്നിട്ടുണ്ട്? ഒരു എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ 2 വാല്യൂ ആകുന്നു. ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ഏജസിന്റെ ക്വസ്റ്റ്യൻ അത് ചെയ്യുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് എയും ബിയും ഒരേപോലെ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാം. അതിപ്പോൾ ഏജസിനകത്തല്ല, എവിടെയും നമുക്ക് ഉപയോഗിക്കാം. അതായത് സെയിം എമൗണ്ട് സെയിം റേഷ്യോ അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റി എയും ബിയും ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യപ്പെട്ടാൽ ABCD എന്ന് എഴുതിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഉണ്ടല്ലോ, C - D എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ, ആ ഇക്വേഷൻ ചെയ്യാം. പക്ഷെ ഇവിടെ എല്ലാം പറയുന്നത് ഒരു ക്വാണ്ടിറ്റി മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ, ബി മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരിക്കലും ആ CD എന്ന് പറഞ്ഞ ഇക്വേഷനിലിട്ട് ചെയ്യരുത്. കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 2 ക്വാണ്ടിറ്റി ഒരുപോലെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? അതുപോലെ ചെയ്യാവൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ആൾട്ടർനേറ്റീവ് മെത്തേഡ്, ഇതിനകത്ത് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ അശ്രദ്ധ കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാന്ന് വെച്ചിട്ട് ഇക്വേഷനൊക്കെ എടുത്തിട്ട് ചെയ്യും. അല്ല, അലിഗേഷൻ വെച്ച് ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് 5 കൂട്ടിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത്ര എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ പറയുന്ന അലിഗേഷൻ മിക്സ്ചറിന്റെ ക്വസ്റ്റ്യൻസ് പല ടോപ്പിക്കുകളിലും ഉണ്ടാവും. അതെല്ലാം എടുത്തു വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. കാരണം അലിഗേഷൻ മിക്സ്ചർ തന്നെ അറിയാമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ടാണ്, നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വിട്ടുപോകുന്നതും എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. കാണുമ്പോൾ എത്ര ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയാലും ചിലപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ മെത്തേഡ് വെച്ച് ഈസി ആയിട്ട് കിട്ടും. അതിന് നിങ്ങൾ ചെയ്യാനുള്ളത് മാക്സിമം, ഇപ്പം നമുക്കൊരു ബേസ് കിട്ടില്ല, മാക്സിമം നമ്പർ ഓഫ് അലിഗേഷൻ ആൻഡ് മിക്സ്ചർ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ചെയ്തു നോക്കുക. അതിനകത്ത് പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ടൈപ്സ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഈ പറയുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീം, ട്രെയിൻ, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ അലിഗേഷൻ മിക്സ്ചർ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രെയിൻ ആണ് എന്ന് വിചാരിച്ച് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. അലിഗേഷൻ ചിന്തിച്ചാൽ എളുപ്പമായി. കാരണം ഇതിനകത്ത് ഒരിക്കലും ഒരിടത്തും നമ്മളൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ ഇക്വേഷനോ അല്ലെങ്കിൽ പറയുന്ന ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വലിയ മൾട്ടിപ്ലിക്കേഷനോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ, വളരെ ചെറിയ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്ര എളുപ്പമായിട്ട് വേണമെങ്കിലും നമുക്കൊരു ടഫ് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ളതാണ് ഈ അലിഗേഷന്റെ പ്രത്യേകത. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുക. അത് ഈ ഒരു അലിഗേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. കാരണം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം. ശരിയെങ്കിൽ.